നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ജോഗ്രഫിയുടെ ഒരു 8 ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതിന്റെ ലിസ്റ്റ് താഴോട്ട് കുറച്ച് പേര് കമന്റ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണിത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 8 ടോപ്പിക്സ്, ഏതൊക്കെ 8 ടോപ്പിക്സ് എന്ന് ഓർമ്മയുണ്ടല്ലോ? എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ പ്രഷർ ബെൽറ്റ്, വിൻസ്, ദെൻ വന്നിട്ടുള്ളത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട നോർത്തേൺ മൗണ്ടൻ റീജിയന്, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്, പെനിൻസുല പ്ലേറ്റും ഒക്കെ അതിനകത്ത് വരുന്നതാണ്. പിന്നെ ക്ലൈമറ്റ് തുടങ്ങിയിട്ടുള്ള ഒരു 8 ടോപ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ 8 ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 9, 10, 11 ക്ലാസ്സുകളിലെ SCERT ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ആണ് പറഞ്ഞു തരാനല്ല, കാണിച്ചു തരാനാണ് പോകുന്നത്. ഇതിനകത്ത് മിക്കതും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ തൊട്ടേ പറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് 2024 പുതിയ പുസ്തകമുണ്ട്. 25 10ാം ക്ലാസ്സിന്റെ പുസ്തകം മാറിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ മിക്സ് ചെയ്ത് പഠിക്കുക. ഓൾഡ് SCERT നോക്കാൻ സമയമില്ലെങ്കിൽ നോക്കിയില്ലെങ്കിൽ സാരമില്ല, പോയിന്റ്സ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. ആദ്യം നമുക്ക് 9ാം ക്ലാസ് നോക്കാം. 9ാം ക്ലാസ്സിലെ പാർട്ട് 1 നമുക്ക് ആവശ്യമായിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, 1 ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന 1ാമത്തെ പാഠം, 2 വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഈ 3 എണ്ണവും നമുക്ക് ഈ ഒരു ഇന്ത്യൻ കിടപ്പ്, അതായത് ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇപ്പോഴാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസം ഓരോ ചാപ്റ്റർ, എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് തീരാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനൊന്നും പ്ലാൻ ചെയ്യേണ്ട, നടക്കത്തില്ല. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാനിങ് ആയിട്ട് അവിടെ ഇരിക്കും. ലാസ്റ്റ് ഫ്രസ്ട്രേഷൻ കയറി, ആൻസൈറ്റി കയറി ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ ദിവസം ഓരോ ചാപ്റ്റർ എന്നോ പകുതി ചാപ്റ്റർ എന്നോ ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പൊ 1, 2, 3 പാർട്ട് 1 9ാം ക്ലാസ്. അതുപോലെ പാർട്ട് 2 2024 ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുസ്തകത്തിൽ 2024 കൊടുത്തിട്ടുള്ളതാണ് പുതിയ പുസ്തകം. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ് മാറിയത്. ഇനി രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യൻ ഈ തീരങ്ങളിലും മണലാരണ്യത്തിലൂടെ 2 എണ്ണം, 7ഉം 8ഉം ആണ്. ഓക്കെ, അപ്പം ആദ്യത്തെ പാർട്ടിലെ 1, 2, 3, രണ്ടാമത്തെ പാർട്ടിലെ 7ഉം 8ഉം ചാപ്റ്റേഴ്സ്, മണലാരണ്യത്തിലൂടെ തീരങ്ങളിലൂടെ എന്ന് പറയുന്ന 7ഉം 8ഉം. അപ്പൊ 9ാം ക്ലാസ്സിലെ ജോഗ്രഫി ഒന്നുകൂടെ പറയാം. 1, 2, 3, പിന്നെ 7ഉം 8ഉം രണ്ടാമത്തെ പാർട്ടിലെ. അപ്പൊ 9ാം ക്ലാസ്സിൽ എത്ര ചാപ്റ്റേഴ്സ് ആണെന്ന് ഓർമ്മയുണ്ടല്ലോ? 3ഉം ഈ 2 എണ്ണം 5 എണ്ണം. ഓക്കെ, ഇനി 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 10ാം ക്ലാസ് ഈ വർഷം ഈ 2025 പുസ്തകം മാറിയത്. ഇത് പുതിയ SCERT പുസ്തകമാണ്. അതിലെ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ, കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും, കാലാവസ്ഥാ മാറ്റങ്ങളും കാലാവസ്ഥാ മേഖലകളും, മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. അത് നിങ്ങൾ ഇപ്പൊ സ്കിപ്പ് ചെയ്താലും സാരമില്ല. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ അത് നോക്കുക കേട്ടോ. മൂന്നാമത്തെ 1ഉം 2ഉം ചാപ്റ്റേഴ്സ് പാർട്ട് 1 10ാം ക്ലാസ്സിലെ പുതിയ പുസ്തകം. ഇനി പാർട്ട് 2 വരുമ്പം ഇതും നോക്കിക്കോണം. വർഷം 2025 ഇതിന്റെ മാറുന്ന ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ എർത്തിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് ഈ മാറുന്ന ഭൂമി. 135ാമത്തെ പേജ് തൊട്ട് 157 വരെ. ഇത് ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളത് നോക്കുക കേട്ടോ. ഈ പാഠം ഉണ്ടല്ലോ, മാറുന്ന ഭൂമി. ഇത് +1 ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ടും എർത്തിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഈ മാറുന്ന ഭൂമി എന്ന് പറയുന്ന ഈ ഒരു പാഠം 10ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം, ഭൗമചലനങ്ങള്, സംവഹനം, ഈ എൻഡോജനിക് മൂവ്മെന്റ്സ് കണ്ടോ, അഗ്നിപർവ്വതവും ബാക്കി മാഗ്മ വെളി വരുന്നതും വോൾക്കാനോയും എല്ലാം ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണിത് കേട്ടോ. അപ്പൊ ഇത് വായിച്ചിട്ട് +1 പോകുന്നതായിരിക്കും നല്ലത്. അപ്പം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഏതാണ് പഠിക്കേണ്ടതെന്ന് ഓർമ്മയുണ്ടല്ലോ? 10ാം ക്ലാസ്സിലെ പാർട്ട് 2 6ാമത്തെ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എർത്തിന്റെ സ്ട്രക്ചറിന്റെ ഫസ്റ്റ് പോർഷൻ, അടിസ്ഥാനം കിട്ടും. അപ്പൊ അത് മാത്രം പഠിക്കുക. അപ്പൊ ഒന്നുകൂടെ പറയട്ടെ, 10ാം ക്ലാസ്സിലെ 1ഉം 2ഉം ഉറപ്പായിട്ട് പഠിക്കുക. രണ്ടാമത്തെ പാർട്ടിലെ 6ാമത്തെ പാഠം ഉറപ്പായിട്ട് പഠിക്കുക. അപ്പൊ 9ഉം 10ഉം കഴിഞ്ഞു. ഇനി +1 വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, +1 2 പോർഷൻസ് ഉണ്ട് ജോഗ്രഫിയിൽ. ഒന്ന് ഭൂമിശാസ്ത്രമായിട്ടും കിടപ്പുണ്ട്, ഇന്ത്യൻ ഭൂമിശാസ്ത്രമായിട്ടും കിടപ്പുണ്ട്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ചെയ്തതാണ്. ഇത് ഭൗതിക ഭൂമിശാസ്ത്രം, അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയും. ഇതിനകത്ത് എർത്തിന്റെ സ്ട്രക്ചറും അറ്റ്മോസ്ഫിയറും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് എല്ലാ വർഷവും ചോദ്യങ്ങൾ വരുന്നത്. യൂണിറ്റ് 2 ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും, ഭൂമിയുടെ ഉള്ളറ.
അപ്പൊ ഈ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ ഭൂമിയെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡേറ്റാസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ പറയുന്നോട്ട് തന്നെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ ഇവിടെ കിടപ്പുണ്ട്. 8 പാഠം 8 +1 ബേസിക്സ് ഓഫ് ജോഗ്രഫിക്കകത്ത് 8ാമത്തെ ചാപ്റ്റർ ആണ് അന്തരീക്ഷം. അതുപോലെ 6ഉം 7ഉമാണ് ഭൂമിയുമായിട്ട്, സോറി 6ഉം 7ഉം അല്ല, 2ഉം 3ഉം ആണ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ്. ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും, ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ മാത്രം ഈ പറയുന്ന കൂട്ട് തന്നെ സൗരവികിരണം, താപസന്തുലനം, ഊഷ്മാവ് എന്ന് പറയുന്നത് ഈ 9ാമത്തെ പാഠവും കൂടെ വായിച്ചു നോക്കാം. ഇൻ കേസ് ഇപ്പൊ സമയമില്ല, ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിച്ചു പോവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 2ഉം 3ഉം ഈ ഒരു അന്തരീക്ഷത്തിന്റെ 8ാമത്തെ പാഠം കൂടെ പഠിക്കുക. ഇനി ഇന്ത്യൻ ജോഗ്രഫി ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടൻ റീജിയനും റിവേഴ്സും നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനും ക്ലൈമറ്റും. അപ്പൊ ക്ലൈമറ്റ് ഓൾറെഡി നമ്മൾ 9ാം ക്ലാസ്സിൽ കവർ ചെയ്തു. ബാക്കി ഇതായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം കൊച്ചു ചാപ്റ്റർ ആണ്. ഘടനയും ഭൂപ്രകൃതിയും, നീരൊഴുക്ക് വ്യൂഹം റിവേഴ്സ് ആണ്. കാലാവസ്ഥ എന്ന് പറയുന്ന 1, 2, 3, 4 ചാപ്റ്റേഴ്സ്. ഇത് 4 കൃത്യമായിട്ട് പഠിക്കണം. ഇത് കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ എളുപ്പമാണ് പറയാൻ, പക്ഷെ പഠിക്കാൻ അത്ര എളുപ്പമല്ല. നേരത്തെ തൊട്ടേ ഡിഗ്രി ലെവല് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് എളുപ്പമായിരിക്കും, അവർ ഓൾറെഡി സെറ്റ് ആണ് ഇതെല്ലാം. പുതുതായിട്ട് വന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ചേക്കാം, നമ്മൾ ഈ ഓവർലോഡ് ബ്രെയിൻ ഔട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ അത് ആദ്യമേ റിജക്ട് ചെയ്യും. കാരണം ബ്രെയിൻ അത് ഇഷ്ടമല്ല. സോ നിങ്ങളൊരു ഷോർട്ട് ടേം ഗോൾ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ചാപ്റ്ററിന്റെ ഹാഫ് ചാപ്റ്റർ തീർക്കും. അല്ലെങ്കിൽ ഒത്തിരി സമയമുള്ളവരാണെങ്കിൽ ഒരു ചാപ്റ്റർ തീർക്കും എന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റും. തീർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളതെല്ലാം പ്ലസ് ആണ്. അപ്പൊ നമ്മൾ ആ കിട്ടിയ ഞാൻ അത്രയും തീർത്തല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സമയത്ത് ആ സന്തോഷം കൊണ്ട് അടുത്തതും കൂടെ തീർക്കും. അതേസമയം ഞാൻ ഇന്ന് 9ാം ക്ലാസ് മൊത്തം തീർക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പൊ പിറ്റേന്ന് പഠിക്കാനുള്ള ഊർജ്ജം പോവുകയും ചെയ്യും. അതുകൊണ്ട് സെറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചത് സെറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 21 തൊട്ട് 25 വരെ ചോദിച്ചിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT ആണ്. അതൊന്ന് നോക്കുക. പിന്നെ വേണമെങ്കിൽ NCERT ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് തരുമോ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത് തരുമോ ചെയ്യാം. ക്ലാസ് ആയിട്ട് നോക്കണം, ഫുൾ വായിക്കണമെന്നില്ല. മേജർ പോയിന്റ്സ് മാത്രം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. അത് എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.